ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. എനിക്ക് വളരെയധികം റെലവൻസ് കൂടുന്നത് പ്രോബ്ലി 2000 മുതലൊക്കെ ആയിരിക്കും. അതുവരെ എനിക്ക് സംശയമായിരുന്നു ഞാൻ നീണ്ടു പോകുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാടിത്തുടങ്ങിയ സമയത്ത് വളരെ കൊച്ചു കുട്ടികളായിരുന്ന ആൾക്കാർ അവർ വളർന്നു കഴിഞ്ഞിട്ടും എൻ്റെ സംഗീതം അവരുടെ കൂടെ അവർ കൊണ്ട് നടന്നു. അവർ മൂളിക്കൊണ്ടേയിരുന്നു, നെഞ്ചിലേറ്റി. അവർക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ജി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിപ്പോഴും അവരുടെയൊക്കെ മനസ്സിലുണ്ട്. അവരിപ്പോൾ പ്രൊഡക്റ്റീവാണ്. പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ അവരായിരിക്കും ഒരു പക്ഷേ നമ്മുടെ CDs മേടിക്കുന്നതും, അവരായിരിക്കും നെറ്റിൽ കയറി നമ്മുടെ പാട്ടിൽ സെർച്ച് ചെയ്യുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ ആ 30 വർഷം നടക്കാൻ സാധിച്ചു. 30 വർഷം റെലവൻ്റ് ആയിരുന്നു, ഇപ്പോഴും ആണ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു സന്തോഷമല്ല. വിഷമം ഒരുപാടുണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത്. ഒരുപാട് വാതിലുകൾ മുട്ടുകയും ആ വാതിലുകൾ തുറക്കാണ്ടിരിക്കുകയും തുറന്നത് പകുതി വഴി വെച്ച് വളരെ ശക്തമായിട്ട് തിരിഞ്ഞടക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആദ്യകാലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് പൊതുവെ ഒരു ഫിലോസഫി ഉണ്ടാക്കി, ഒരു തത്വചിന്ത അതിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ള ഒരു ചിന്ത എനിക്ക് അതോടുകൂടി വന്നു. ഒന്നും ഇതിൽ നിന്ന് വേഴ്സായിട്ട് ഇനിയൊന്നും സംഭവിക്കാനില്ല, സംഭവിച്ചു കഴിഞ്ഞു, ബാക്കി ഇനി വരാനുള്ളതെല്ലാം നല്ലതാണെന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഇന്നും ഉള്ളത്. സമയത്തിനെ അതിജീവിക്കുന്ന പല സാധനങ്ങളും ക്ലാസിക്സായിട്ട് നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും സിനിമയിലെ സംഗീതം എന്ന് പറയുന്ന ഞാനിപ്പോഴും അതിനെ സിനിമ ഒരു ഫ്യൂഷൻ സംഗീതമായിട്ടാണ് കാണുന്നത്. സിനിമയ്ക്ക് ആവശ്യമുള്ള സംഗീതം സിനിമയിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സിനിമയിലെ സംഗീതം മോശമാവുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആ ഒരു വിലാപത്തിനൊരർത്ഥം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് റെലവൻ്റ് ആയിട്ടുള്ള വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സീൻസ്, അതിനനുസരിച്ചുള്ള പാട്ടുകൾ, രചന, ആ പാട്ടുകൾ സിനിമ വിട്ടിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു. സിനിമയ്ക്ക് വെളിയിലും അതിനൊരു നിലനിൽപ്പുണ്ടാവുന്നു. അത് ഒരുപക്ഷെ ഇന്നുള്ളവരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പാട്ടുകാർ കാണാം, സംഗീത സംവിധായകർ കാണാം, രചയിതാക്കൾ കാണാം. പക്ഷേ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ചെയ്ത കാര്യങ്ങൾക്ക് കൂടുതൽ റിലവൻസ് പിൽക്കാലത്ത് കാലം കഴിയുന്തോറും അതിന് പ്രാധാന്യം ഏറി വരുന്നു. ഇപ്പം ഞാൻ പാടിയിട്ടുള്ള അന്നത്തെ സിനിമകളിൽ ഭൂരിഭാഗവും കമേഴ്ഷ്യലായിട്ട് തകർന്ന സിനിമകളാണ്. അത് പറയുകയാണെങ്കിൽ വളരെ അതിശയമാണ്. തൂവാനത്തുമ്പികൾ നഷ്ടമായിരുന്നു, മൂന്നാം പക്കം നഷ്ടമായിരുന്നു, 1 മുതൽ 0 വരെ നഷ്ടമായിരുന്നു, ചന്ദനമണിവാതിൽ ആ സിനിമ ആർക്കും അറിയ പോലുമില്ല, ഒരാഴ്ച പോലും അത് ഓടിയിട്ടില്ല. പക്ഷേ ആ പാട്ടുകളെല്ലാം പിൽക്കാലത്ത് എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ അവരുടെ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അതിൻ്റെ സംഗീത സംവിധായകരുടെയും അതിൻ്റെ രചയിതാവിൻ്റെയും തീർച്ചയായിട്ടും പാടുന്ന ആളുടെയും എല്ലാവരും കോൺട്രിബ്യൂഷൻ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്ലാസിക് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൻ്റെ പാട്ടിലാണത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനോരമ ഓൺലൈൻ വായനക്കാർക്കായിട്ട് 4 വരി. ഉണരുമീ ഗാനം ഒരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീന്തും സാഗരം. അന്ന് ഞാൻ പാടുന്ന സമയത്ത് ഈ പെപ്പി എന്ന് പറയുന്നൊരു വാക്ക് തന്നെ അന്നില്ല. നമ്മൾ ആ ഒരു കാര്യം ആലോചിക്കണം. 90s എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കിപ്പോൾ ആസിഡ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ അതൊരു സോഫ്റ്റ്വെയറാണ്. ആസിഡ് എന്ന് പറയുന്ന കാര്യം അന്ന് പൊള്ളുന്ന ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടേംസും പെപ്പി എന്ന് പറയുന്ന സാധനം അന്നില്ല. അന്ന് നെഗറ്റീവ് പാട്ടുകളാണ്. ഒരു പാട്ടുകൾ ഇപ്പോൾ മെലഡി എന്ന് പറയുന്നത് മെല്ലിഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിനിൽ പെടുന്ന പാട്ടിലാണ് ഞാൻ പാടുന്നത്. അതിനകത്ത് രചനയ്ക്കും സംഗീതത്തിനും ഒക്കെ പ്രാധാന്യമുണ്ട്. അല്ലാത്തൊരു തരത്തിലുള്ള പാട്ടുകളുണ്ട്. നമ്മൾ അടിച്ചുപൊളിയിൽ നിന്ന് അന്ന് ആ വാക്കുമില്ല. അപ്പോൾ അത് പാടാനായിട്ടുള്ള സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാർ അന്ന് വേറെ രീതിയിൽ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യത്തെ എൻ്റെ പാട്ടെന്ന് പറയുന്നത് ഒരു പെയ്ത്തോസ് ഉള്ള ഒരു ദുഃഖത്തിൻ്റെ ഒരു ഛായയുള്ള പാട്ടായതുകൊണ്ട് പിൽക്കാലത്ത് അത്തരത്തിലുള്ള പാട്ടുകൾ എന്നെ തേടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഞാൻ വളരെയധികം റൊമാൻറ്റിക് സോങ്സ് പാടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ പഴയ കാലത്ത് രാരീരാരം രാരു ഉണരുമീ ഗാനം, താനേ പൂവിട്ട മോഹം, ഇതിലൊക്കെ തന്നെ വീണ്ടും ഇതാണ് ജി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായി വന്നിട്ടുണ്ട്.
എന്നെ പോലത്തെ ഒരു പാട്ടുകാരന് വരുന്ന ഓഡിയൻസ് എന്നെ അറിഞ്ഞിട്ട് വരുന്ന ഓഡിയൻസാണ്. എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വരുന്നൊരു ഓഡിയൻസാണ്. അപ്പോൾ അവിടെ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ലേബലിനാണ് അവിടെ വില. അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സോങ് ചൂട് വെച്ച് പാടുന്നതിനല്ല എൻ്റെ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്രയും നാൾ നിന്ന് പോയതിനുള്ള പുറകിലുള്ള ഒരു രഹസ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള പാട്ടുകൾ പാടിയിട്ടല്ല ഞാൻ നിന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ ശക്തി എന്താണോ അത് മാത്രം പ്രയോഗിക്കുകയും എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്ന തരത്തിലുള്ള പാട്ടുകൾ കൂടുതൽ എന്നെ തേടി വരുമ്പോൾ അത് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത്. അല്ലാതെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി അതും ഞാൻ പാടുമെന്ന് തെളിയിച്ചിട്ടല്ല ഞാൻ ഇവിടെ നിന്നിരിക്കുന്നത്. ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ശരിക്കും പാട്ടിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇറ്റ്സ് എ ജോബ്. ഒരു ജോബ് ഓഫർ ചെയ്യുന്ന ജോബാണ് പാട്ടുകാരൻ എടുക്കുന്നത്. അല്ലാണ്ട് പാട്ടുകാരൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു പാട്ടല്ല. ഇത് കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിനിമാ സംഗീതം. ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നു, ഒരു സംവിധായകൻ തീരുമാനിക്കുന്നു, ഒരു കമ്പോസറുണ്ട്, ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയുണ്ട്. അപ്പോൾ അയാളെ തേടി ചെല്ലുന്നതാണ്. അത് സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ അവിടെ ചെന്നിട്ട് പഠിച്ചിട്ട് നമുക്കിത് വേണോ വേണ്ടയോ എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ആ സ്റ്റേജ് വരെ എനിക്ക് പലപ്പോഴും എത്തേണ്ടി വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള പാട്ടുകളെ എന്നെ വിളിക്കാറുള്ളൂ. ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുമില്ല. അപ്പോൾ എന്നെ തേടി വരുന്ന അത്തരത്തിലുള്ള പാട്ടുകളാണ്. പക്ഷേ വളരെ അസുലഭമാണെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളില്ല എന്ന് പറയുന്നില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പാടാൻ വയ്യാത്ത പാട്ടാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറ്റാത്ത പാട്ടുകൾ ഞാൻ പാടാതിരുന്നിട്ടുണ്ട്. പാടി ശ്രമിച്ച് നോക്കിയിട്ട് പറ്റാതെ അവർ തന്നെ വേണ്ടത് വേറെ ഒരാളെ കൊണ്ട് പാടിക്കാം. അത് എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടുകാർക്കും അതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ അത് വളരെ കുറവാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ്. 2008 ശേഷമൊക്കെ പിന്നെ പോപ്പുലറായിരിക്കുന്ന പാട്ടുകാരെല്ലാവർക്കും കാലഘട്ടം മാറി, ഫിലിമിൻ്റെ ഒരു ട്രെൻഡ് മാറി. ഫിലിമിനനുസരിച്ചുള്ള സിംഗേഴ്സിനെ അവരിപ്പോൾ ടി വി സ്റ്റേഷനാണെങ്കിൽ തന്നെയും അവർക്ക് വേണ്ട സിറ്റുവേഷൻസിന് ഡാൻസ് ചെയ്യാനും അവർക്ക് വേണ്ട സിറ്റുവേഷൻസിന് പാടുവാനും ഒക്കെയുള്ള ഒരു സെറ്റ് ഓഫ് പാട്ടുകാരെ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും ടി വി സ്റ്റേഷൻസ് ആണെങ്കിലും അവരുണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ അവർക്ക് പോയും. പക്ഷേ എന്നാൽ ഈ ഒരു സ്പേസ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവരെ തേടി വരികയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്പേസ് ഉള്ള ഒരു ഫീൽഡാണ്. കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് കേരളം ഒരു മലയാളം എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും 2012 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 140ഓളം പടങ്ങൾ റിലീസ് ചെയ്തപ്പോൾ 133 പാട്ടുകാരും 49 പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സും മറ്റുമാണ് ഇവിടെ പൊങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനഫ് ആൻഡ് മോർ ഓഫ് വെറൈറ്റി ഉണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. സ്പേസും ഉണ്ട് ഇതിനകത്ത്. 2012 ജൂൺ 23 പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. കോപ്പിറൈറ്റ് ആക്ടിന് പാട്ടുകാർ വിധേയരാണ്. അപ്പോൾ പാട്ടെന്ന് പറയുന്നതിൻ്റെ സൃഷ്ടിപരമായ അവകാശം പാട്ടുകാരനും ഉണ്ട്. അപ്പോൾ റോയൽറ്റി ഇതിപ്പോൾ എങ്ങനെ പാട്ടുകാർക്ക് കിട്ടണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോഡി ഇപ്പോൾ ഫോം ചെയ്തിട്ടേ ഉള്ളൂ. ISRA എന്ന് പറയും, ISRA, ഇന്ത്യൻ സിംഗേഴ്സ് റൈറ്റ്സ് അസോസിയേഷൻ. പണ്ടുണ്ടായിരുന്നത് IPRS ആണ്. അത് പാട്ടുകാരെ അതിനകത്ത് പെടുത്തിയിരുന്നില്ല. ഇന്ത്യൻ ഫോണോഗ്രാഫിക് റൈറ്റ്സ് സൊസൈറ്റി. അതിനകത്ത് ലിറിസിസ്റ്റ്, കമ്പോസർ, പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, കാസറ്റോ CD എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ. ഈ ഒരു മാറ്റമാണ് എനിക്ക് തോന്നുന്നു പാട്ടുകാർക്ക് അതിൻ്റെ സൃഷ്ടിപരമായ ഒരു അവകാശം കിട്ടി എന്നുള്ളതായിരിക്കണം ഒരു പക്ഷേ 2010 ശേഷം വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ കോപ്പിറൈറ്റ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് IPRSൻ്റെ വക്താവായ ജാവേദ് അക്തറാണ്. പാട്ടുകാരനെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള വാദത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യസഭയിൽ വാദിക്കുകയും പാർലമെൻറ്റിൽ ഒപ്പോസിഷൻ ലീഡറായ സുഷമ സ്വരാജ് വാദിക്കുകയും ചെയ്തിട്ടാണ് ഇത് നിയമമായിട്ട് പാസ്സാക്കുന്നത്. ഇതിനകത്ത് പാട്ടുകാരൻ മാത്രമല്ല ഉള്ളത്. അത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. അതിനകത്ത് ഇന്ദ്രജാലക്കാരനുണ്ട്, ഞാണിന്മേൽ കളിക്കുന്നവനുണ്ട്. അവർക്കെല്ലാവർക്കും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള റൈറ്റ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സിനിമയ്ക്ക് മാത്രമാണ്. സിനിമയ്ക്ക് പുറത്ത് ഇവരുടെ ഏത് വർക്ക് ചെയ്താലും ഇവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പാട്ടുകാർ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ ലിറിസിസ്റ്റും കമ്പോസറും അതിനകത്ത് എങ്ങനെ പാട്ടുകാരൻ ഇതിനകത്ത് മാറിപ്പോയി എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ നിയമം വന്നത് ലിറിസിസ്റ്റിനും കമ്പോസറിനും വെളിയിൽ പോയിട്ട് പാട്ട് പാടി കാശുണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല നിയമം വന്നിരിക്കുന്നത്. അത് നിയമം വന്നിരിക്കുന്ന ശക്തമായിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ സ്രഷ്ടാക്കൾ
എന്നുള്ള ശക്തമായ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് വിശ്വസിച്ചുകൊണ്ടാണ് IPRS ഫോം ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് പിൽക്കാലത്ത് വന്ന വാദമുഖങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് വെളിയിൽ, നിങ്ങളെല്ലാം വെളിയിൽ പോയിട്ട് പാടി കാശുണ്ടാക്കുന്നു, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു, അപ്പോൾ ഞങ്ങൾ ദരിദ്രരും നിങ്ങൾ ധനികരുമാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിൽക്കാലത്താണ് വന്നത്. അങ്ങനെ ഒരു വാദത്തിൽ നിന്നല്ല ഈ ഒരു റോയൽറ്റി പണ്ടുണ്ടായിരിക്കുന്നത്. അത് ഗവൺമെൻറ്റും അത് പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴും ഗവൺമെൻറ് അത് പരിഗണിച്ചിട്ടില്ല. പാട്ടുകാരൻ വെളിയിൽ പോയി പാടി കാശുണ്ടാക്കുന്നു. നമുക്ക് നിരത്തിൽ കിടന്ന് മരിച്ച നിരവധി, നമുക്ക് അറിയണം, അത് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നമുക്കറിയില്ല, നിരത്തിൽ കിടന്ന് മരിച്ചിട്ടുള്ള നിരവധി ഗായകർ, ഗുലാം മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് ഇന്ത്യക്കകത്ത് മുഴുവൻ. അവരുടെ കഥകൾ അറിയാവുന്നതുകൊണ്ടാണ് IPRSൻ്റെ തന്നെ ഏറ്റവും വലിയ ശക്തനായ വക്താവായ ജാവേദ് അക്തർ രാജ്യസഭയിൽ വാദിക്കുന്നതും പാട്ടുകാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതും. അത് ഡെമോക്രാറ്റിക്കായിട്ട് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് പാട്ടുകാരെല്ലാവരും ധനികരാണ് എന്നുള്ളതുകൊണ്ടല്ല. നമ്മൾക്കറിയാവുന്ന കുറച്ച് പാട്ടുകാർ വളരെ ധനികരാണ്. അതുകൊണ്ടാണ് എനിക്കിതിനകത്ത് വ്യക്തിപരമായിട്ട് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനകത്തുള്ളത്. റോയൽറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, റോയൽറ്റി ആർക്കൊക്കെ പോകുന്നു, ഇതുകൊണ്ട് ആർക്കാണ് ഇത് പ്രയോജനം കിട്ടുന്നത് എന്നും കൂടെ ഇതിനകത്തൊരു ഇൻഡിക്കേഷൻ വേണം. ഏറ്റവും ധനികരായിട്ടുള്ള പാട്ടുകാർക്ക് തന്നെയാണ് റോയൽറ്റി വീണ്ടും വീണ്ടും അക്രൂ ചെയ്ത് കിട്ടുന്നത്. അതോ 2-3 പാട്ട് പാടി ആരാരും അറിയാതെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്ത് ജീവിക്കുന്ന പാട്ടുകാർക്ക് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എന്താണ് അനുപാതം ആയിട്ട് എന്താണ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഇത്തരത്തിലുള്ള ഇതിനൊന്നും അവസരമായിട്ടില്ല, അതിന് സമയമായിട്ടില്ല റോയൽറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്.